കോഴിക്കോട്ടുകാർ ചായ കുടിക്കാൻ തോന്നിയ അപ്പങ്ങ് ചുരം കയറും. ഏത് നമ്മൾ പപ്പുച്ചേട്ടൻ്റെ താമരശ്ശേരി ചുരം. അതുപോലെ തിരുവനന്തപുരക്കാർക്കൊരു സൂക്കറുണ്ട് കേട്ടോ. ഇടയ്ക്കൊന്ന് തോന്നും പൊന്മുടി പോയാലോ അല്ലെങ്കിൽ പേപ്പാറ പോയാലോ എന്നൊക്കെ. അങ്ങനെ നമ്മൾ വന്നേക്കാണ് പൊന്മുടിക്കും പേപ്പാറയുടെയൊക്കെ ഭാഗത്തായിട്ടുള്ള ഒരു സ്ഥലത്ത്. എന്താ പരിപാടി വെച്ചാലേ നല്ല ഉച്ചൂണ് കഴിക്കണം. അതായത് കൂവലയിൽ നല്ല അടിപൊളി ഊണ് നമ്മളെ ഉമ്മ ഉണ്ടാക്കുന്ന കടയിലേക്കാണ് കാഴ്ചകൾ കാണിക്കാം. വാ. എടേ പാഴ്സലാടേ, പാഴ്സല ഒന്നാ. മാതളം ഇറങ്ങി അച്ചാറാണ്, അത് കൂമ്പ് തോരനാണ്. ഇത് മീൻ കറി, അയില മീൻ. നമ്മളെ ഇല്ല 4 ഇല വേണം ഒരു ഊണ് വിളമ്പാൻ. ഒരില നടുവായിട്ടും അങ്ങനെ. അതിങ്ങനെ നമുക്ക് മടക്കി എടുക്കാൻ വേണ്ടിയാണ്. ഇവിടെ പുറത്താണ്. പുറത്ത് ഇങ്ങനെ വിളമ്പണത്. അപ്പം ഇങ്ങനെയല്ല നിൽക്കണം ഈ ഇല, ഇങ്ങനെ ഇങ്ങനെ നിൽക്കും. അപ്പം ഇങ്ങനെ നിൽക്കുമ്പോൾ ഇതിൻ്റെ പുറത്ത് എന്തെങ്കിലുമൊക്കെ ചിലപ്പം പറ്റും. അപ്പം ഈ കമന്ന് നിൽക്കുമ്പോൾ പറ്റൂല എന്നാണ് അറിവുള്ളവർ പറഞ്ഞത്. എനിക്കറിയില്ല. അല്ല അപ്പൊ ഇന്നിപ്പോ കുവേല കിട്ടില്ല, എന്താക്കും നമ്മള്? കുവേല ഇതുവരെ കിട്ടാതിരുന്നിട്ടില്ല. ഇനി മേലെ എങ്ങനെയുള്ള അറിയില്ല. എന്തായാലും ഞാൻ കട തുടങ്ങിയിട്ട് അന്ന് മുതലേ കിട്ടുന്നുണ്ട്. ഇപ്പം തുടങ്ങിയിട്ട് 2 വർഷമായി. സ്ഥിരമാക്കി. ഇല്ല, ഇത് വനത്തിൽ നിന്ന് കൊണ്ടുവരുന്നതാണ്. ഈ തുടക്ക സമയത്ത് എത്ര ഊണ് പോകുമായിരുന്നു? തുടക്ക സമയത്ത് ഞാൻ 10 ഫസ്റ്റിൽ വെച്ചത്. പിന്നെ അതിനെ 20 ആക്കി, 30 ആക്കി. അങ്ങനെ പിന്നെ ഓർഡറും കൂടെ കിട്ടണമെങ്കിൽ കൂടുതൽ വെക്കും. നമുക്കിപ്പോ ഊണിനിപ്പോ എത്ര ഐറ്റം വരും സാധാരണ? പുളിശ്ശേരി, സാമ്പാർ, തോരൻ, അച്ചാറുകൾ, മീൻ കറി, മീൻ വറുത്തത് എല്ലാ ദിവസവും ഉണ്ട്. മീൻ്റെ കറി കൊടുക്കും, അതോ മീൻ പൊരിച്ചതും കൊടുക്കും? മീൻ കറി എന്ന് പറയുമ്പോൾ നമ്മളെ മീനോട് കൂടിയുള്ള കറി. പിന്നെ ഫ്രൈയും കൊടുക്കും. 80 രൂപ. ഇപ്പൊ ആരെങ്കിലും ഉണ്ടോ സഹായത്തിന്? ഇല്ല, ആരും ഇല്ല. ഒറ്റയ്ക്ക് അങ്ങനെ തുടങ്ങും രാവിലെ? ഒറ്റയ്ക്ക് തന്നെ. 2 പെൺമക്കളും ഞാനും ഭർത്താവും. ഹാപ്പി ജീവിതമായിരുന്നു. പക്ഷെ പെട്ടെന്ന് അതെല്ലാം പോയി. മരണപ്പെട്ടു. 10 വർഷമായി. ഒറ്റയ്ക്കേ ഉള്ളൂ. ഒറ്റയ്ക്കല്ല, പുള്ളി നാട്ടുകാർ മൊത്തമില്ലേ അല്ലേ? അതൊക്കെ പറഞ്ഞ് മതി. ഒന്ന് മതി അമ്മ. ഇന്നെന്താ കിട്ടിയ അയിലയോ? കൊഴിയാള അയലക്കറി. അയലക്കറി. ഇത് മരിച്ചിനിയാണ്, നമ്മളെ നാടൻ മരിച്ചിനി. ഓക്കെ. നല്ല ചൂട് ചോറ്. പുളിശ്ശേരി കഴിക്കട്ടെ, മീൻ കറി കഴിക്കട്ടെ? എല്ലാം ചോദിച്ചു ഉമ്മ. മീൻ കറിയും അതും ഗ്രേവി അല്ല കേട്ടോ, കഷ്ണം മീനും ഉണ്ടാവും, പിന്നെ മീൻ ഫ്രൈയും ഉണ്ടാവും. ഇതെല്ലാം കൂട്ടി ആണ് ഉമ്മ ഊണ് 80 രൂപ കൊടുക്കുന്നത്. നിങ്ങൾ പേപ്പറ ഭാഗത്തേക്കോ പൊന്മുടി ഭാഗത്ത് വരുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നമ്മളെ ആബിദുമ്മാനെ കാണാൻ വരണം. ഒരു 11:30 മണിയാകുമ്പോൾ എത്തിക്കഴിഞ്ഞാൽ നല്ല ഉഷാറായിട്ട് ചോറ് കഴിക്കാം. അതും ഗംഭീര ചോറ്, ഒന്നും പറയാനില്ല. കാരണം നമ്മൾ ഈ ഭാഗത്തൊക്കെ വരുന്നുണ്ടെങ്കിൽ വന്ന് കഴിച്ചാൽ ഉമ്മയ്ക്ക് ഭയങ്കര സഹായമാവും. അപ്പം ഉമ്മ KPMS ജംഗ്ഷൻ അല്ലേ? KPSM ജംഗ്ഷനിൽ പേപ്പർ 2 കിലോ ഉണ്ട്. പേപ്പർ ഡാമിലേക്ക് പോകുന്ന വഴിക്കാണ് നമ്മുടെ സിറ്റി തട്ടുകട. വീണ്ടും ഇതുപോലുള്ള നല്ല നല്ല ഉമ്മമാരെ അല്ലെങ്കിൽ നല്ല അമ്മമാരെ ഭക്ഷണം കഴിക്കാൻ പറ്റട്ടെ അല്ലേ? അതൊക്കെ രസമല്ലേ? തൽക്കാലം സുലാൻ, ബൈ.